നമുക്കിന്ന് പായസപ്പരിപ്പ് വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഡാൽ കറി റെഡിയാക്കാം. പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പായസപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് വാഷ് ചെയ്ത ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഇപ്പോൾ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 പച്ചമുളക് നടുകീറി വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 2.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് 2 വിസിൽ വരുത്തി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പരിപ്പ് ഇപ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത്. ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതിലോട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കറി ഇവിടെ ചെറുതായി ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. കറി താളിക്കാനായിട്ട് പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം 5 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. അല്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഡാൽ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.